എന്റെ പൊന്നേന്ന് വിളിച്ചാൽ തന്നെ കൊടുക്കണം 50,000 രൂപയ്ക്ക് മുകളിൽ. എന്തൊരു പോക്കാണ്! സ്വർണ്ണവില ഇങ്ങനെ കുതിച്ചു കയറുകയാണ്. ഇക്കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എത്ര മാറ്റമാണ് സ്വർണ്ണവിലയിൽ വന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ മാസത്തേതും ഇന്നത്തേതും കൂടി കണക്കെടുത്ത് നോക്കിയാലോ? നമുക്ക് ആ കണക്കൊന്ന് പരിശോധിക്കാം. മാർച്ച് 1 മുതൽ എങ്ങനെയാണ് സ്വർണ്ണവില ഉയരുന്നത്, മാർച്ച് 1-ാം തീയതി എത്രയായിരുന്നു എന്ന് നോക്കാം. അതിനുശേഷം ഇന്നത്തേതും എന്തൊരു പോക്കാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മാർച്ച് 1-ാം തീയതി 46,320 രൂപ കൊടുത്താൽ മതിയായിരുന്നു. അതായത് കഴിഞ്ഞ മാസം 1-ാം തീയതി ഒരു പവൻ സ്വർണം വാങ്ങാമായിരുന്നു. മാർച്ച് 28 ആയപ്പോഴേക്കും അത് 49,360 രൂപയായി. തൊട്ടടുത്ത ദിവസം, അതായത് ഏപ്രിൽ 1 ആകുമ്പോഴേക്കും മാർച്ച് 29 തന്നെ 50,000 കടന്നു, 50,400 ആയി. ഏപ്രിൽ 1 ആകുമ്പോൾ അത് 50,880 ആയി. ഒരു ദിവസം കൂടി കഴിയുന്നു. ഏപ്രിൽ 3 ആകുമ്പോൾ 51,280 രൂപയാകുന്നു. ഏപ്രിൽ 5-ന് 51,320. ഏപ്രിൽ 6, അതായത് ഇന്നത്തെ ദിവസം വില 52,280 രൂപയാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ മാർച്ച് 28 മുതൽ ഏപ്രിൽ 6 വരെ ഒരാഴ്ചക്കാലം എന്ന് നമുക്ക് കൂട്ടാം. ഒരാഴ്ചക്കാലം എടുത്തു നോക്കിയാൽ ഒരു പവന് കൂടിയത് 2,920 രൂപയാണ്. എൻ്റെ പൊന്നെ, എന്തൊരു പോക്ക് എന്ന് പറയാതെ കഴിയില്ലല്ലോ. സ്വർണ്ണവില ഇങ്ങനെ കുതിക്കുമ്പോൾ നാട്ടുകാർക്ക് പറയാനുള്ളത് എന്താണെന്ന് കൂടി നമുക്കൊന്ന് കേൾക്കാം. ഈ പാവപ്പെട്ട മക്കളെ അയക്കാനുള്ള സ്വർണ്ണം ഇട്ട് അയക്കാൻ ഇനി പറ്റൂല, അത്രേ ഉള്ളൂ. ഒരു 40-30 ആണെങ്കിൽ വാങ്ങിക്കാം. ഈ 52-ൽ പോയാൽ നമ്മളെങ്ങനെ ഇനി അതിൽ കടന്നു പോവേയല്ലേ ഉള്ളൂ കേട്ടോ. പാവങ്ങളെ കാര്യം കഷ്ടം തന്നെ. നമ്മൾ പോലുള്ളവരെങ്ങനെ വാങ്ങിക്കും? പാവം ഇങ്ങനെ സ്വർണ്ണങ്ങൾ ഒരു പവന് 50,000 രൂപ. ആരെന്തരം വീട്ടുജോലി, ഇപ്പോൾ കൂടുതലും വീട്ടുജോലി ചെയ്യുന്ന ആൾക്കാരാണ് മക്കളെ അയക്കാതിരിക്കുന്നത്. അവരെ കണ്ണീരുകൾ കാണണം. ഓരോ ദിവസവും മക്കളെ അയക്കാൻ 10 പവൻ ഇടുന്നത് 5 പവൻ പോലും ഇടാൻ പറ്റണില്ല. മന്ത്രിയും MLA-യും മറ്റുള്ളവർ കാലുവാരും പോലെയാണ് ഈ സ്വർണം കാലുവാരിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യും? ഞങ്ങളെ മക്കൾ ഇതാ 2 നിൽക്കുന്നത്. 18-22 വയസ്സായ കുട്ടികൾ നിൽക്കുന്നത്. വില കുറയണമെങ്കിൽ സ്ത്രീധനം വാങ്ങിക്കാതെ കല്യാണം കഴിക്കണം. സ്ത്രീധനം കൊടുക്കരുത്, അപ്പം സ്വർണത്തിന് വില കുറയും. ഇത്രയേ ഉള്ളൂ കാരണം. ആ 3 പവൻ 5 പവൻ 10 പവൻ അതിൽ കൂടുതൽ കൊടുക്കില്ല. അന്നെല്ലാം പാവങ്ങളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. സാമ്പത്തിക ലോൺ എടുത്തെങ്കിലും കടം വാങ്ങിച്ചെങ്കിലും സ്വന്തം മക്കളെ നല്ല രീതിയിൽ കെട്ടിക്കൊടുക്കണമെന്നാണ് അമ്മയും അച്ഛനും ആഗ്രഹിക്കുന്നത്. കഴുത്തിലാണെങ്കിൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പോലും കാണാൻ പറ്റാത്ത രീതിയിലാണ് സ്വർണ്ണം ഇടുന്നത്. അപ്പം സ്ത്രീധനം എന്നൊരു ഒറ്റയൊരു പ്രശ്നം കാരണം നിരവധി പ്രോബ്ലങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാറുണ്ട്. അടുത്ത കല്യാണം വരുമ്പോഴത്തേക്കും അതിൻ്റെ ചിലവ് വളരെ കൂടുക. ആ സ്ത്രീധനം ഇപ്പോൾ നമ്മുടെ കുടുംബക്കാരാണെങ്കിൽ ആ പൈസ ഇട്ട് കെട്ടിക്കാൻ തന്നെ നോക്കും. മന്ത്രിയും MLA-യും മറ്റുള്ളവർ കാലുവാരും പോലെയാണ് ഈ സ്വർണം കാലുവാരിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യും? ഞങ്ങളെ മക്കൾ ഇതാ 2 നിൽക്കുന്നത്. 18-22 വയസ്സായ കുട്ടികൾ നിൽക്കുന്നത്. വില കുറയണമെങ്കിൽ സ്ത്രീധനം വാങ്ങിക്കാതെ കല്യാണം കഴിക്കണം. സ്ത്രീധനം കൊടുക്കരുത്, അപ്പം സ്വർണത്തിന് വില കുറയും. ഇത്രയേ ഉള്ളൂ കാരണം. ആ 3 പവൻ 5 പവൻ 10 പവൻ അതിൽ കൂടുതൽ കൊടുക്കില്ല. അന്നെല്ലാം പാവങ്ങളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. സാമ്പത്തിക ലോൺ എടുത്തെങ്കിലും കടം വാങ്ങിച്ചെങ്കിലും സ്വന്തം മക്കളെ നല്ല രീതിയിൽ കെട്ടിക്കൊടുക്കണമെന്നാണ് അമ്മയും അച്ഛനും ആഗ്രഹിക്കുന്നത്. കഴുത്തിലാണെങ്കിൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പോലും കാണാൻ പറ്റാത്ത രീതിയിലാണ് സ്വർണ്ണം ഇടുന്നത്. അപ്പം സ്ത്രീധനം എന്നൊരു ഒറ്റയൊരു പ്രശ്നം കാരണം നിരവധി പ്രോബ്ലങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാറുണ്ട്. അടുത്ത കല്യാണം വരുമ്പോഴത്തേക്കും അതിൻ്റെ ചിലവ് വളരെ കൂടുക. ആ സ്ത്രീധനം ഇപ്പോൾ നമ്മുടെ കുടുംബക്കാരാണെങ്കിൽ ആ പൈസ ഇട്ട് കെട്ടിക്കാൻ തന്നെ നോക്കും. അത് മക്കളെ, എൻ്റെ കല്യാണത്തിന് 150 രൂപയൊക്കെ ഉള്ളൂ. ഇപ്പോഴാണെങ്കിൽ പെണ്ണുകുട്ടികൾ അത്ര കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. വേണ്ടപ്പോൾ കല്യാണം നടന്നായി ഇങ്ങനെ കാണാം. എങ്ങനെ ജീവിക്കും അല്ലേ? ഞങ്ങളെപ്പോലുള്ളവർ കുട്ടികളുണ്ടെങ്കിൽ എങ്ങനെ അയക്കും? ഞങ്ങൾക്ക് 3 പെൺകുട്ടികളുണ്ട്. അയക്കാതിരിക്കാൻ പറ്റുമോ? പിന്നെ 50 പവൻ 100 പവൻ എന്ന് പറയുന്നത് 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപയ്ക്ക് ഗോൾഡിന് വലിയ താല്പര്യമില്ല. സ്വർണം കൊടുക്കുന്നതിനോടേ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ കൂടിയാലും കുറഞ്ഞാലും വലിയ മൈൻഡൊന്നും ഇല്ല. നമുക്ക് ഇനിയൊക്കെ ഒരു നോ ഗോൾഡ് മാരേജിലോട്ടൊക്കെ കടക്കേണ്ട കാലം എത്തിയെന്നാണ്. കാരണം ഇപ്പം കേരളത്തിലൊക്കെ മാത്രമേ ഇത്രയും ഗോൾഡിനോട് ഇത്രയും ഒരു അമിതമായിട്ടൊരു ആവേശം കാണിക്കുകയും അതിങ്ങനെ നാട്ടുകാരെ കാണിക്കുന്ന രീതിയിൽ ഇട്ടുകൊണ്ട് പോകുന്നത്. ഗോൾഡ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ നമുക്ക് കരുതി വയ്ക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. 1978 ഒരു പവനുക വില 540. ഇപ്പോൾ ഒരു പവനുക വില 56,000 രൂപ. ഇപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ കല്യാണം ആവാൻ പോവുകയാണ്. ഇപ്പോൾ ബുക്ക് ചെയ്തില്ലെങ്കിൽ ഇനി ആ സമയത്ത് വീണ്ടും കൂടുമായിരിക്കും. എൻ്റെ ഒരു അസംഷൻ അതാണ്. ഇപ്പോൾ പാവപ്പെട്ട ആൾക്കാർക്ക് എങ്ങനെ പറ്റും സ്വർണ്ണം മേടിക്കാനായിട്ട്?